ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പിയാണ്, പക്ഷെ നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബിഗിനേഴ്സിനൊക്കെ കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അത് പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പം ഞാനവിടെ നമ്മുടെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് 1.5 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് എന്നിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ഡോക്കിയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രം അടച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. എന്നിട്ട് 10 മിനിറ്റിന് ശേഷം നമുക്കിതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബൗളുകൾ മുറിച്ചെടുക്കാം. ഒരു ബോൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബോളുകളും മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന സമയത്ത് ഹാർഡായിട്ട് കുഴക്കരുത് കേട്ടോ. കുറച്ച് സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. നല്ല സ്റ്റിക്കി ആയി പോവുകയും ചെയ്യരുത്. എന്നിട്ട് പിന്നെ നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള ഒരു ബോൾ നമുക്ക് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം കുറേശ്ശെ പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അത് പരത്തിയെടുക്കുമ്പോഴും എല്ലാ ഭാഗം ഒരേ കനത്തിൽ വേണം കേട്ടോ പരത്തിയെടുക്കാൻ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് തട്ടിക്കളയാം. അപ്പോൾ ഇതുപോലെ നമുക്കൊരു 6 ചപ്പാത്തിയൊക്കെ ഒരുമിച്ച് പരത്തി വെച്ചിട്ട് ചുട്ടെടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ പരത്തലും ചുടലും അങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. കുറേ ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാതും കൂടെ ഒരുമിച്ച് പരത്തിയിട്ട് ചുട്ടെടുക്കരുത്. ചിലപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരത്തിയിട്ടുള്ള ചപ്പാത്തി ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. നമുക്കത് ചുട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ അപ്പോൾ ആദ്യം നമ്മുടെ തവ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. ചപ്പാത്തി ഇട്ടതിന് ശേഷം ഒരു 4 സെക്കൻഡൊക്കെ ഒന്ന് വെക്കുക. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ മുകൾ ഭാഗമൊക്കെ കളറൊന്ന് ചേഞ്ചായി വരും. അതൊന്ന് ഇങ്ങനെ കളറൊക്കെ ഒന്നുകൊണ്ട് മാറി വന്നാൽ നമുക്കതിനെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ടും പിന്നെ ഇതേപോലെ തന്നെ ഒരു 4-5 സെക്കൻഡൊക്കെ ഒന്ന് വെക്കുക. നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചപ്പാത്തി മെല്ലെ ഒന്ന് പൊക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ചെറിയ ബ്രൗൺ സ്പോട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ നമുക്ക് ചട്ടകം വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ തന്നെ അതിങ്ങനെ പൊങ്ങി വരും. പൊങ്ങി വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ചപ്പാത്തി നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചുട്ടെടുക്കാൻ. പിന്നെ ചപ്പാത്തി എപ്പോഴും ചുട്ടെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാൻ. ലോ ഫ്ലെയിമിലിട്ട് ചുട്ടെടുക്കുമ്പോഴാണ് നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ ഹാർഡായി പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം ചപ്പാത്തി പാനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മുകളിലത്തെ ഭാഗം ഇങ്ങനെ കളറ് മാറി തുടങ്ങുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി വെക്കുമ്പോൾ അടിയിൽ ഇങ്ങനെ ചെറിയ കുഞ്ഞു സ്പോട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കുക. കുറച്ച് കഴിയുമ്പം ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വരും. അങ്ങനെ ചുട്ടെടുക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തി ഉണ്ടാക്കിയെടുത്താൽ രാവിലെ ഉണ്ടാക്കിയാലും വൈകിട്ടാകുമ്പോഴത്തേക്കൊക്കെ ആ ഒരു സോഫ്റ്റോട് കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ അത് പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്.
അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.